കാർത്തിക, നിന്റെ ഏട്ടത്തിമാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റാണ്. പക്ഷെ അവര് എന്നോട് കാണിക്കുന്നതൊക്കെ ശരിയാണോ? അവരെന്ത് ചെയ്തു? അലമാരയുടെ താക്കോല് ചോദിച്ചപ്പോ തരില്ലെന്ന് പറയുന്നു. അവൾക്ക് ചെലവൊക്കെ ഉള്ളതല്ലേടാ, അവൾക്ക് കാശിന്റെ ആവശ്യമുണ്ട്. പണം ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കണം, അല്ലാതെ ബഹളം ഉണ്ടാക്കരുത്. ആരോട് പോയി ചോദിക്കണം? ഏട്ടനോടോ അതോ ഭാസ്കരേട്ടനോടോ? അതല്ല ഭാവനെടുത്തയോടോ ബസുവെടുത്തയോടോ? നിങ്ങളോട് ചോദിച്ചു വാങ്ങി തെണ്ടേണ്ട ആവശ്യം എനിക്കില്ല. ലൈഫ് ലോങ് ഞാൻ നിങ്ങൾ എല്ലാവരോടും ഭിക്ഷ ചോദിക്കണമെന്നാണോ? നിങ്ങളോട് കൈ നീട്ടി നിൽക്കണോ? ഇനി എത്ര നാൾ അടിമയായി ജീവിക്കണം? എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്ന് പറയുന്നു, എന്നാൽ എല്ലാവർക്കും തുല്യ അധികാരം കൊടുക്കുന്നില്ല. സംസ്കൃതി ഇവന്റ്സ് എല്ലാവരുടെയാണെന്ന് പറയുന്നു, എന്നിട്ടോ ചിലർക്ക് മാത്രമേ അധികാരമുള്ളൂ. മതി, നിനക്കിപ്പോ എത്ര രൂപ? നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അഭിയേട്ടൻ പറയും, അഭിയേട്ടനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ നിങ്ങളും പറയും. ഞാൻ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങളാണോ ഡിസൈഡ് ചെയ്യുന്നത്? ഹലോ, ഓഫീസിലേക്ക് വരാൻ നിൽക്കുക. Give me 15 minutes, I'll be there. Okay. നോക്ക് കാർത്തിക, നിന്റെ മമ്മി നിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് കേൾക്കാൻ നിൽക്കരുത്. ഇവളുടെ അമ്മ എന്തിനാ പറയുന്നത് അബി? ഇവിടെ ഇല്ലാത്തൊരാളെ പറ്റി ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നേ? ഇതിനെല്ലാത്തിനും കാരണം അവര് തന്നെയല്ലേ? അവര് വരുന്നതിന് മുമ്പ് കാർത്തികയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സ്ത്രീ വന്നതിന് ശേഷമാ കാർത്തിക വീണ്ടും മാറിയത്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഭാസ്കരേട്ടാ, പക്ഷെ എന്റെ മമ്മിയെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നീ എന്ത് ചെയ്യോടി? എല്ലാത്തിനും നിന്റെ അമ്മയാ കാരണക്കാരി. നിന്നെ വഷളാക്കിയത് അവരാ. അഖിൽ, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഏട്ടാ, ഭാസ്കരേട്ടാ, നിങ്ങൾക്ക് ഓഫീസിലെ പ്രധാനപ്പെട്ട ജോലിയുള്ളതല്ലേ? നിങ്ങൾ പൊക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. കാർത്തിക, നീ എന്തായി ചെയ്യുന്നേ? മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണമെന്ന് പോലും അറിയില്ല നിനക്ക്. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഈ വീട്ടിലെ മരുമകൾ, അതുപോലെ തന്നെയാണ് ഈ ഞാനും. ഞങ്ങൾ നിന്നെ ഒരിക്കലും അന്യായിട്ട് കണ്ടിട്ടില്ല കാർത്തിക, ഞങ്ങളുടെ സഹോദരിയായിട്ടാണ് കണ്ടത്. ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കാർത്തികയെ ചവിട്ടി താഴ്ത്തുക. നിങ്ങൾ വെറുതെ ഇടയ്ക്കേറി സംസാരിക്കാൻ നിൽക്കരുത്. ഇവളുടെ അമ്മ ഇല്ലാത്തപ്പോ നിങ്ങളെ എവിടെ നശിപ്പിക്കുന്നേ? എല്ലാവരും നിങ്ങളെ പോലെ ആയിരിക്കില്ല അഖിൽ.
ആന്റി എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോ നിനക്കെന്തിനാ ദേഷ്യം വരുന്നേ? നിന്നെ ശരിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളാ കാർത്തിക. നിങ്ങൾ എന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ? നിങ്ങളുടെ റേഞ്ച് എന്താ, എന്റെ റേഞ്ച് എന്താ? നിങ്ങൾ നഴ്സറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അനാഥയാണ്. എന്നാ ഞാനോ കോടീശ്വരിയായി ജനിച്ചവൾ, വിയർപ്പ് എന്താണെന്ന് പോലും അറിയാത്തവൾ. കാർത്തിക, എന്താ ഞാൻ കള്ളമാണോ പറഞ്ഞത്? ഈ വീട്ടില് അവരെങ്ങനെയാ വന്നത്, ഞാൻ എങ്ങനെയാ വന്നത്? അവരെ പോലെ ഞാനൊന്നും ഗതികെട്ടിട്ടല്ല വന്നത്. അന്തസ്സായി കല്യാണം കഴിച്ചവളാ. ഇവരുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങളുടെ ചേട്ടന് രണ്ടാമത് കല്യാണം കഴിച്ചതാ. എന്നാൽ ഞാൻ എങ്ങനെയാണോ നിന്നെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചതാ. ഞാനൊന്നും സെക്കൻഡ് ഹാൻഡ് അല്ല. കാർത്തിക, നീ വൃത്തികേട് സംസാരിക്കരുത്. നിർത്താതെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കേ. രണ്ടാമത് കല്യാണം കഴിച്ച ഇവർക്ക് ഇത്രയും അഹങ്കാരമാണെങ്കിൽ ഞാൻ എന്ത് കാണിക്കണം? അനാഥയായിട്ട് ജനിച്ച് അപ്രതീക്ഷിതമായി ഭാഗ്യം കെട്ടി ഈ വീട്ടിലെ മരുമകളായി. കോടീശ്വര വീട്ടിൽ ജനിച്ച എന്നെ ഡോമിനേറ്റ് ചെയ്യുന്നു. ആദ്യം ഇവരെ അല്ല, ഇവരെ കല്യാണം കഴിച്ച നിന്റെ ചേട്ടനെ പറയണ്ടേ. ലോകത്തിൽ ആർക്കും കിട്ടാത്തതുപോലെ ഒരു അനാഥയെ, അതും ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നീ അതിര് കടന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇപ്പോ. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ ലൈഫില് അവർ ഇടപെടാൻ ശ്രമിക്കുമ്പോ അവരുടെ ലൈഫിനെ ഞാൻ പറയുമ്പോ എന്താ തെറ്റ്? ഇതിനൊക്കെ നിന്നെയും നിന്റെ ചേട്ടനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ചേട്ടന്മാരും അനിയനും ചേർന്ന് ഇവരുടെ തലയിൽ കിരീടം എടുത്തു വെച്ച് സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാ ഇവർക്ക് ഇത്രമാത്രം അഹങ്കാരം. അഹങ്കാരം മൂത്ത് കണ്ണു കാണാതായി. നിന്റെ മൂത്ത ചേട്ടന് ബ്രെയിനേ ഇല്ല. ഒരു ജോലിക്കും കൊള്ളാത്ത മരമണ്ടൻ, ഒന്നിനും ഉപകരിക്കാത്ത പരമ വിട്ടി. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് അയാളെ MD സീറ്റിൽ ഇരുത്തിയിരിക്കുന്നു. ഇനി കൂടെ ജനിക്കാത്ത രണ്ടാമത്തെ ചേട്ടൻ പുറത്ത് വലിയ പണ്ഡിതനാണെന്ന ഭാവത്തോടെ വീട്ടിനകത്ത് ഭാര്യയുടെ സാരി തുമ്പിൽ ചുറ്റി നടക്കുന്നു. സപ്പോർട്ടോടുകൂടി നിങ്ങളെ എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ പേര് കാർത്തിക എന്നല്ല. വെയിറ്റ് ആൻഡ് വാച്ച്. വെരി ഗുഡ് മോർണിംഗ്. ഇരിക്കെ. നിങ്ങൾ എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യാൻ പോവാ. സത്യമാണോ അബി? അതെ ഏട്ടാ. ചീഫ് സെക്രട്ടറി എന്നെ പേഴ്സണലായിട്ട് കോൾ ചെയ്ത് ഈ ഈവന്റിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. നമ്മുടെ കമ്പനിയെ കുറിച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുക. അതുകൊണ്ട് ആ ഈവന്റ് നമുക്ക് തന്നെ തരുമെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് ഈവന്റ്. ഇത് നമ്മൾ ഗ്രാൻഡ് ആയിട്ട് സക്സസ്ഫുൾ ആക്കിയാൽ ഭാവിയിൽ നമുക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഉണ്ടാവും, കമ്പനിക്ക് നല്ല വളർച്ചയും ഉണ്ടാവും. ഓക്കെ, ഇന്ന് തന്നെ ആ ഈവന്റ് ഫയൽ നമ്മുടെ കയ്യിൽ വരും. വന്ന ഉടൻ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഗിവ് യുവർ ബെസ്റ്റ്. സർ, നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ആദിത്യ ഈവന്റ്സ് ചെയർമാൻ മിസ്റ്റർ ആദിത്യയും അദ്ദേഹത്തിന്റെ ഫാദർ ആനന്ദറാവും വന്നിട്ടുണ്ട്.
അകത്തേക്ക് വരാൻ പറയും. ഓക്കെ സാർ. ഓക്കെ, ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഇപ്പൊ അവരെന്തിനാ അഭി വരുന്നേ? അവരോട് തന്നെ ചോദിക്കാം. Hello, Mr. Aditya. Hi. Welcome. Hi, Anand sir. ഹായ്. Please be seated. എന്തൊക്കെയുണ്ട് അഭിരാം? ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ വീണ്ടും ഈ രംഗത്തേക്ക് വരില്ലെന്നാ കരുതിയത്, പക്ഷേ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സംസ്കൃതി ഈവൻസ് തകർന്നു പോയിട്ടില്ല സാർ. കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. ആ റെസ്റ്റിൽ തന്നെ റെസ്റ്റ് ഇൻ പീസ് ആകുമെന്ന് വിചാരിച്ചു, പക്ഷേ രക്ഷപ്പെട്ടു വന്നു. ഞങ്ങൾ ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ആദിത്യ, മരണമേ ഉണ്ടാവില്ല. ബൈ ദ വേ, കുടിക്കാൻ എന്ത് വേണം? ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? ഗവൺമെന്റ് പ്രോജക്റ്റ് വേണോ അഭി? അത് തന്നാ അങ്ങ് പോയിക്കോളാം. അതിനുള്ളിൽ ആ പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഞങ്ങളുടെ പക്കൽ അതിനുള്ള ആളുകളൊക്കെ ഉണ്ട് ഭാസ്കർ. ബിസിനസ് രംഗത്ത് എന്ത് നടന്നാലും അപ്പപ്പോൾ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ആ ഇവന്റ് ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടി, അത് ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പോയി ഗവൺമെന്റിനോട് ചോദിക്കുക. സെക്രട്ടേറിയറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? സംസാരിച്ച് തീർക്കേണ്ട വിഷയം എന്തിനു വലിച്ചു നീട്ടണമെന്ന് കരുതിയാ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മിസ്റ്റർ അഭിരാം. എന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ നോ പറയുമെന്ന് അറിഞ്ഞു തന്നെയാണ് വന്നത് അഭിരാം. എന്നാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസ് നിർത്തിവെച്ച ശേഷം ഞങ്ങളുടെ ഓഫീസ് വലിയ നിലയിലാണ് എത്തിയത്. വലിയ വലിയ ഈവൻറ്റ്സ് ഒരുപാട് ചെയ്തു. സുമിത്രയുടെ ഓഫീസിൽ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ടും ഇയാൾ തോട്ടക്കാരനായിട്ടും ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് ഓപ്പോസിഷനായിട്ട് വന്നതുകൂടി ഞങ്ങളാ. ആ കമ്പനിയെ കൂടി ക്രോസ് ചെയ്ത് ഞങ്ങൾ മുന്നേറിയിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിക്കെതിരായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഒരേ ഒരു കമ്പനിയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ തന്നെ അങ്ങ് മാറിത്തന്ന ഞങ്ങളുടെ കമ്പനിക്ക് പുറകിൽ രണ്ടാമതായി നിൽക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു സ്ഥാനമില്ലാതാക്കി കളയും. എന്താ ഭീഷണിയാണോ? ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കളയാനാണോ? സെക്യൂരിറ്റി ഏട്ടാ, വെയിറ്റ്. ഇവർ നമ്മുടെ ഗസ്റ്റാണ്. സെക്യൂരിറ്റിയെ വിളിച്ച് ഇവരുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാൽ അത് മര്യാദയായിരിക്കില്ല. ശത്രുവാണെങ്കിലും ശരി, നമ്മളെ അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ. നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല മിസ്റ്റർ ആദിത്യ. വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം.
ഞങ്ങളോട് മത്സരിച്ച ഒരുപാട് നഷ്ടമുണ്ടാവും. നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ പേരും അഡ്രസ്സും ഇല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നിന്റെ ഇഷ്ടത്തിന് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഐ ഡോണ്ട് കെയർ. എന്റെ മകനെ പറ്റി നിങ്ങൾക്ക് നന്നായി അറിയില്ല അഭിരാം. ഹലോ, ഈ അബിയെ പറ്റി നിങ്ങൾക്കും വലുതായിട്ട് അറിയില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. മുമ്പൊരിക്കൽ നിങ്ങൾ നടു റോഡിൽ വന്നത് ഓർമ്മയുണ്ടോ? വീണ്ടും നിങ്ങൾക്ക് അങ്ങനെ പോണമെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിത്തരാം. ഐ വിൽ സീ യു. ഞങ്ങളും കാണിച്ചു തരാം. ഐ സേ ഗെറ്റ് ഔട്ട്. എന്താ ബേബി നീ പറയുന്നത്? അതെ മമ്മി, വസുവേട്ടത്തി വീണ്ടും എന്നെ തല്ലി. സോറി സിസ്റ്റർ, കൂടെ ഉണ്ടായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നാ വസുവേട്ടത്തി വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഈ വീട്ടിലെ ബോസ് അവരാണെന്ന് വിചാരിക്കുന്നു. ഈ വീട്ടില് ഞാനായിരിക്കണം ബെസ്റ്റ്. എനിക്ക് അധികാരവും ആവശ്യമുണ്ട്. അതെ, ഈ വീട്ടിൽ നീ ആയിരിക്കണം നമ്പർ 1. നിനക്ക് താഴെ ആയിരിക്കണം വസുവും ഭാവനെ. ഈ നിമിഷം മുതൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും ആന്റി. എല്ലാവരെയും ഞാൻ എതിർക്കാൻ പോവാ. ആരാ തടയാൻ വരുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, ഇപ്പൊ നീ ചെയ്യേണ്ടത് അതല്ല ബേബി. അതിനേക്കാൾ പ്രധാനമായിട്ട് മറ്റൊരു കാര്യമുണ്ട്. എന്താ മമ്മി? ഏത് നിയമത്തിന്റെ സപ്പോർട്ടോടെയാണോ ആ വസു നിന്നെ ഈ വീട്ടിൽ ലോക്ക് ചെയ്തേ, അതേ നിയമം നമ്മളും യൂസ് ചെയ്ത് ആ വസുവിനെ ലോക്കപ്പിനുള്ളിലാക്കണം. അപ്പോ വസുവിനെ ജയിലിലയക്കോ സിസ്റ്റർ? അതെങ്ങനെ നടക്കും മമ്മി? അതിനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്. ആ ചാൻസ് വസു തന്നെ നമുക്ക് തന്നു. വാ, അവൾക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. പോലീസ് കംപ്ലൈന്റോ? അതെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം വസുവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് റൈറ്റ് ടൈം. വരൂ. നിങ്ങൾ പോയിക്കോ സിസ്റ്റർ, ഞാൻ പിന്നീട് വന്നോളാം. എന്താ ആന്റി, അവര് നിങ്ങൾക്ക് പേടിയാണോ? പേടിയൊന്നുമില്ല. ഇത്തവണ നിങ്ങൾ മാത്രം പോയിക്കോ. അടുത്ത പ്രാവശ്യം ഞാനും കൂടി വരാം. വാ ബേബി. കാർത്തിക, എന്താ? ഇപ്പൊ നടന്ന കാര്യങ്ങൾക്കൊക്കെ സോറി പറയോ? ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ബേബിയെ അടിച്ചിട്ട് സോറി പറയുന്നോ? വസു അത് വേണമെന്ന് കരുതി ചെയ്തതല്ല ആന്റി. അപ്രതീക്ഷിതമായി സംഭവിച്ചതാ. നിങ്ങൾ രണ്ടുപേരും സഹോദരികൾ മാത്രമല്ല, കൂട്ടുകക്ഷികളാണെന്നും എനിക്കറിയാം. നിങ്ങളെ എങ്ങനെ പാഠം പഠിപ്പിക്കണമെന്നും എനിക്കറിയാം. ചെറിയ കാര്യങ്ങൾ വലുതാക്കാതെ ചെറിയമ്മേ. കാർത്തിക എന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് കണ്ടാ ഞാൻ അടിച്ചത്. അവളുടെ നല്ലതിന് വേണ്ടി അതൊക്കെ ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രാവശ്യം എന്നെ പറ്റിച്ചു, ഇനി വീണ്ടും വീണ്ടും എന്നെ പറ്റിക്കാൻ ശ്രമിക്കണ്ട. മമ്മി വാ, നമുക്ക് പോവാം. ഇപ്പൊ എവിടെ പോകുന്നു? അതൊക്കെ വന്നിട്ട് പറയാം. നടന്നതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ചെറിയമ്മേ. ഞങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുന്നില്ല. ഇതെവിടെ പോയി പറയണോ അവിടെ പോയി പറഞ്ഞോളാം. എന്റെ ബേബിയെ അടിച്ചില്ലേ നീ? അതിന് ഉറപ്പായും നീ ശിക്ഷ അനുഭവിക്കണം. എന്ത് ചെയ്യാൻ പോവാ ഇവര്? എങ്ങോട്ടാ അവര് പോയത്? സ്വന്തം സഹോദരിയാണെന്ന് പോലും നോക്കാതെ നിനക്ക് തോന്നുമ്പോഴൊക്കെ അവൾ എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാ മിണ്ടാതിരിക്കോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയ കാര്യത്തിനാ വഴക്ക്. അങ്ങനെ ഇരിക്കുമ്പോ നീ നേരെ കയ്യല്ലേ ഓങ്ങിയത്.
കാർത്തിക തെറ്റ് ചെയ്തതുകൊണ്ടാ വസു അടിച്ചത് ഇളയമ്മേ. ഉപദ്രവിക്കുന്നത് അതിലും വലിയ തെറ്റാണെന്ന് നിനക്കറിയില്ലേ? സ്വന്തം അനിയത്തി എന്നുള്ള അഹങ്കാരത്തിലാ ഞാൻ അവളെ തല്ലിയത്. അത് തെറ്റാണോ ഇളയമ്മ? കൊച്ചു കുട്ടികളെ തല്ലിയാ പോലും അത് തെറ്റെന്നല്ലേ പറയാറ്. എന്ത് ചെയ്താലും 1-2 വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെവിക്കല്ല് പൊട്ടിച്ച ആരും മിണ്ടാതിരിക്കില്ല. നീ ചെയ്ത തോന്നിയാസത്തിന് വേണ്ട ശിക്ഷ തന്നെ കിട്ടിക്കോളും. അനുഭവിച്ചോ. എന്താ ചേച്ചി, ഇളയമ്മ പോലും ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന? അവരെ പറ്റി നിനക്ക് അറിയാലോ വസു, വിട്ടേക്ക്. അഖിലും കാർത്തികയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച തെറ്റാണോ ചേച്ചി? അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഈ കുടുംബം തന്നെ ആഗ്രഹിക്കുന്നു. അത് കാർത്തികയുടെ അമ്മയ്ക്ക് തെറ്റായാണ് തോന്നുന്നത്. സാരല്ലേ, വിട്ടേക്ക് വസു. അഖിൽ ഇതിനിടയ്ക്ക് പെട്ട് ഒരുപാട് വിഷമിക്കുക. അതോർക്കുമ്പോ എന്റെ സങ്കടം കൂടുക. ഈ അംബിക ദേവി ചെറിയമ്മ കാർത്തിക എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയോ എന്ത് ചെയ്യാണെന്നും അറിയില്ല. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ സാർ, എന്റെ മോളെ അവളുടെ നാത്തൂൻ മർദ്ദിച്ചു. നിങ്ങളുടെ സഹോദരി എന്തിനാ നിങ്ങളെ അടിച്ചത്? അവരെന്നെ ഇങ്ങനെ തല്ലുന്നത് ആദ്യമായിട്ടല്ല സർ. ഇതിനു മുൻപ് എന്നെ ഒരുപാട് തവണ തല്ലിയിട്ടുണ്ട്. ആ വീട്ടിൽ എന്റെ മകൾ ഇളയ മരുമകളാ സാർ. മറ്റു 2 മരുമക്കൾ ഒരുമിച്ച് ചേർന്ന് ഇവളെ എന്നും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കു പറഞ്ഞും അടിച്ചു ഇവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നു. അപ്പൊ നേരത്തെ തന്നെ കംപ്ലൈന്റ് ചെയ്യാതെ നിങ്ങൾ എന്തിനാ ഇത്രയും താമസിപ്പിച്ചത്? അവരുടെ വീടിന്റെ അഭിമാനം പോകരുതെന്ന് കരുതി അവർ ചെയ്തതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാർ. അവരെ നാത്തൂന്മാരായിട്ടല്ല, സ്വന്തം ചേച്ചിമാരായിട്ടാ എന്റെ മോള് കണ്ടത്. ഇപ്പൊ അവരിവളെ അടിച്ചു കൊല്ലുമെന്നാ തോന്നുന്നത് സാർ. അത് സഹിക്കാൻ വയ്യാതെ ഇവൾ എന്നോട് പറഞ്ഞു കരഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങൾ വേണം ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ. തീർച്ചയായിട്ടും മേഡം. സ്വന്തം സഹോദരിയെ പോലെ നോക്കേണ്ട ഏട്ടത്തി എന്നെ അമ്മായിയെ പോലെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് മിണ്ടാതെ കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തരൂ. ഇപ്പൊ തന്നെ പോയി അവരെ അറസ്റ്റ് ചെയ്യും ഞാൻ. കോടതിയിൽ കൊണ്ടുപോയി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഡൊമസ്റ്റിക് വയലൻസ് ഈസ് ഇൻജൂറിയസ് ടു ഫാമിലീസ്. വരൂ. നിങ്ങൾ മുമ്പിൽ പൊയ്ക്കോളൂ സാർ, ഞങ്ങൾ പുറകെ വന്നേക്കാം. അതുപോട്ടെ, നിങ്ങളുടെ ഈ ഏട്ടത്തിയുടെ പേരെന്താ? വസുന്ധര. കേസ് കൊടുക്കാൻ പോയ കാർത്തികയും അവളുടെ അമ്മയും ഇത്രയും നേരിട്ട് കാണാനില്ലല്ലോ. ഒരുപക്ഷെ അവര് തീരുമാനങ്ങനെ മാറ്റി കാണൂ. ഹാവൂ, പോലീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ വസുവിനെ കൊണ്ടുപോകും. എന്തായാലും കാർത്തിക വിചാരിച്ചത് നേടി. എന്താ എടുത്ത് നമ്മുടെ വീട്ടിൽ പോലീസ് വന്നിരിക്കുന്നത്? ഇവിടെ ഈ വസുന്ധര ആരാണ്? ഞാനാ സാർ. നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. എന്ത് കാര്യത്തിന് എൻ്റെ അടുത്ത് അറസ്റ്റ് ചെയ്യുന്നത്? ഇവരുടെ പേരിൽ സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വസുവിന്റെ പേരിൽ കേസോ? ആരാ കേസ് തന്നത്? ഞങ്ങളാണ്. നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്തിന്റെ പേരിൽ കേസ് കൊടുത്തേ? നിന്റെ ചേച്ചി എന്റെ മോളെ കൈനീട്ടി അടിച്ചു. അതുകൊണ്ടാ കേസ് കൊടുത്തത്.